ന്യൂസ് ലൈവിലേക്ക് വിശദമായി 2 ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് കൈമാറി. NDA സഖ്യ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവർ ഗൗരവമായി എടുത്തില്ലെന്നും നിതീഷ് കുമാർ ആരോപിച്ചു. മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ പറഞ്ഞു. आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया। तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, कितना काम हम कर रहे थे, अब उधर भी लोग हम अलायंस करवाए, क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे। तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ, तो ये हो गया तो हमने बोलना छोड़ दिया था। अब सबके लिखे സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, ദിവസമായി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം. ഒടുവിൽ ഇപ്പോൾ രാജിയെത്തി. ഇന്ന് BJPയുമായി സഖ്യം ചേർന്ന് വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി അധികാരമേൽക്കും. എന്തൊക്കെ സൊല്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഉപാധികളാണ് BJPയുമായി ഇപ്പോൾ JDU ധാരണയിലെത്തിയിരിക്കുന്നത്? ഉപമുഖ്യമന്ത്രി അത് 2 പേരെ നൽകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എൽദോ, ബീഹാറിലെ രാഷ്ട്രീയ നാടകത്തിന് താൽക്കാലിക വിരാമമായി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നിതീഷ് കുമാർ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരിക്കുകയാണ്. JDU MLAമാരുടെ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ഈ JDU നിയമസഭാ കക്ഷി യോഗത്തിൽ അദ്ദേഹം തന്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. ഈ മഹാസഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന വിവരമാണ് അദ്ദേഹം അറിയിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. BJPയുമായി ചേർന്നു പോകാനാണ് നീക്കം എന്നും അദ്ദേഹം ആ യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. ഒപ്പം ഈ നിതീഷ് കുമാർ തന്നെ ഇനി വൈകിട്ട് BJP പിന്തുണയോടെയുള്ള സർക്കാരുമായി നിതീഷ് കുമാർ തന്നെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിൽ 2 പേർ ഉപമുഖ്യമന്ത്രി, BJPയുടെ 2 പേർ ഉപമുഖ്യമന്ത്രിമാരാകും. 8 BJP മന്ത്രിമാർ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ 9 MLAമാരെ കാണാനില്ല എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ 9 പേർ ഈ BJP JDU സഖ്യത്തിനൊപ്പം പോകുമോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ അവരെ കാണാനില്ല, നേതൃത്വത്തിന് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ബീഹാറിലെ മഹാഗഠബന്ധൻ സർക്കാർ വീണിരിക്കുന്നു. പുതിയ അതായത് നമുക്കറിയാം 2020 BJPയുമായി ചേർന്ന് മത്സരിച്ചാണ് നിതീഷ് കുമാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസുമായും ഇടത് സഖ്യവുമായും ബന്ധപ്പെട്ട് വീണ്ടും അധികാരത്തിൽ വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം NDAയിലേക്ക് തിരിച്ചു പോവുകയാണ്. BJPക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു തീരുമാനം. ഏതായാലും മഹാഗഠബന്ധൻ സർക്കാർ വീണിരിക്കുന്നു. നിതീഷ് കുമാർ പുതിയ സഖ്യവുമായി ഇന്ന് വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തോടൊപ്പം 2 ഉപമുഖ്യമന്ത്രിമാരും ഒപ്പം തന്നെ 8 BJP മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ JP നദ്ദ ബീഹാറിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. എൽദോ, സുവി, ഒപ്പം തന്നെ